God! You again? ദേവൻ ചേട്ടനെ പറ്റി ചിലരൊക്കെ അതും പറഞ്ഞ് നടപ്പുണ്ട്. നിരന്തരം പാർട്ടി മാറിയിട്ടില്ല. മാറിയ കണക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ദേവൻജി, ക്ലിയർ ആവട്ടെ. ഞാൻ ആദ്യം KSUലായിരുന്നു, കോൺഗ്രസിൻ്റെ ആയിരുന്നു. പാർട്ടി 1. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം പാർട്ടി പറഞ്ഞു, കേരള പീപ്പിൾസ് പാർട്ടി, പാർട്ടി നമ്പർ 2. പിന്നെ പാർട്ടി മാറിയത് BJP ആണ്. പാർട്ടി 3. ഇനി ഇപ്പൊ എങ്ങോട്ടാ? സംസ്ഥാന അധ്യക്ഷൻ, TVKയുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ ആകെ 4. അതിനാണ് വെറുതെ ഓരോന്ന്. നിരന്തരമായ ഒരു മാറ്റം, അല്ലാണ്ട് കുറേ പാർട്ടികളിൽ വന്ന് മാറി മാറി അതല്ല. കേരള വിജയാകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എനിക്കും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ സമയത്തും കുറെ ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് അന്ന് പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ യുവാക്കളിലേക്ക് വന്ന് എന്ന് അതൊന്ന് കേട്ടു നോക്കാം. ഇലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കിയാൽ സൂക്ഷിച്ചു നോക്കണം. അതിൽ കാണാൻ പറ്റുന്നത് 62% മുതൽ 72% മാത്രമേ പോൾ ചെയ്യപ്പെടുന്നുള്ളൂ. ലാസ്റ്റ് ഇലക്ഷനിൽ പോലും 78% അപ്പോഴും 23% വോട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യുന്നവരെ ലക്ഷ്യമിടുമ്പോൾ വോട്ട് ചെയ്യാത്ത വോട്ടർമാരെയാണ് ദേവൻജി ലക്ഷ്യമിടുന്നത്. അതാണ് വെറൈറ്റി. അതാണ് എൻ്റെ ടാർഗറ്റ്. അവർ വന്ന് ദേവ്ജിക്ക് വോട്ട് ചെയ്യുന്നതോടെ പോളിംഗ് ശതമാനം 100 ആകും. സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് ശേഷം സമ്പൂർണ്ണ പോളിംഗ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റും. ഒന്നും കാണാതെ കളിക്കുന്നവനല്ല ഈ ദേവൻ. ഞാനതങ്ങനെ വെറുതെ ചാടി വീഴില്ലല്ലോ. എങ്ങനെയെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. അത് ഞാൻ ഇപ്പം പറയില്ല, പിന്നെ പറയാം. ആള് മാറിയിട്ടില്ല, ദേവൻ തന്നെ.